ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരോർട്ട് ബിസ്ക്കറ്റാണ്. ഒരു 10-30 ബിസ്ക്കറ്റോളം എടുത്തിട്ടുണ്ട്. ഇതിന് വേറെ നമുക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ക്രീം ബിസ്ക്കറ്റ് വെച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ഓറിയോ പുഡിങ് പോലുള്ള അങ്ങനെയുള്ള പുഡിങ്ങിനാണ് നമ്മൾ ക്രീം ബിസ്ക്കറ്റുകൾ ഉപയോഗിക്കുക. ഇതിന് ക്രീമില്ലാത്ത മാരിഗോൾഡോ അരോർട്ടോ എടുക്കാം. ഇനി നമ്മൾക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നല്ലപോലെ പൊടിച്ചെടുത്ത് ഞാനതൊരു ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കുവാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊടിച്ചെടുക്കണേ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നമ്മുടെ 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒന്ന് ലോയിലിട്ട് ബീറ്റ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് സ്പീഡ് കൂട്ടി 5 വരെ ഇട്ടിട്ട് നല്ല തിക്കായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 3-4 സ്പൂണ് മിൽക്ക് മെയ്ഡാണ്. അതിന് പകരം പഞ്ചസാര പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ക്രീമിന്. അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് വാനില എസൻസ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് കേട്ടോ. പിന്നെ ബൗളിലാണെങ്കിലും ചെറിയ ബൗളിലാണെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എല്ലാത്തിലും ഒരു 2-3 സ്പൂൺ വെച്ച് ഞാൻ ആദ്യത്തെ ലെയർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും ഇട്ടതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലത് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്രീം ഒരു 3-4 സ്പൂൺ വെച്ച് ക്രീമും കൂടെ അടുത്ത ലെയർ കൊടുക്കാം. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. തീ പോലും കത്തിക്കേണ്ട. കുട്ടികളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിശക്കണം എന്ന് പറയുകയാണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. ക്രീം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അങ്ങനെ നമ്മളത് ആ ക്രീം എല്ലാത്തിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത ബദാമോ കാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡർ അടുത്ത ലെയറായിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മൾ ക്രീം തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാത്തിലും അതേപോലെ നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വിപ്പിംഗ് ക്രീം വൈറ്റിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ചോക്ലേറ്റിൻ്റെ ലെയറും ആക്കാം. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുക്കുന്നത് കോൺഫ്ലെക്സ് ആണ്. നമ്മുടെ ബദാമും ആൽമണ്ട് ഹണിയും കൂടെ ചേർന്നിട്ടുള്ള കോൺഫ്ലെക്സ്. അതിന് പകരം നിങ്ങൾക്ക് ബദാം മാത്രം ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതാണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.